ഏതൊരുത്തിന് എന്റെ പെങ്ങളെ കല്യാണം മുടക്കി. അവനേക്ക് എന്റെ കൈ കിട്ടിയാ കണ്ടല്ലോ, പപ്പടം പിടിക്കുന്ന പോലെ അവനെ പൊടിച്ചു കളയും. എടാ ചിലപ്പോ നിന്റെ പെങ്ങളായിരിക്കൂടെ കല്യാണം മുടക്കിയത്. നിന്റെ പെങ്ങൾക്ക് വല്ല റിലേഷൻ ഉണ്ട്. അവളൊരു ആണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ഒരുത്തിയ, അവക്ക് റിലേഷൻ. നീ ഇപ്പൊ കിടന്ന് ടെൻഷൻ അടിക്കണ എന്തിനാന്ന് പറയും. എടാ എന്റെ പെങ്ങളെ കെട്ടാൻ പോയ ആളില്ലേ, ദുബായില് വലിയൊരു ബിസിനസ് മാൻ ആണ്. അതൊക്കെ ഉണ്ടാവണക്കിന് സ്വത്തുണ്ടായിരുന്നു. ഭയങ്കര ആളാ, വലിയ ആളാ പുള്ളി. എനിക്കൊരു ബിസിനസ് മാൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇനി അത് നടക്കൂല. കണ്ടവന്മാരുടെ പൈസക്ക് ബിസിനസ് തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? വേണമെങ്കിൽ നിന്റെ പൈസക്ക് നീ തന്നെ ഒരു ബിസിനസ് തുടങ്ങും. ഇത് ഏതോ ആൾക്കാർ മുടക്കിയത് എനിക്ക് തോന്നുന്നു. ഒന്നെങ്കിൽ കുടുംബക്കാർ, അല്ലെങ്കിൽ നാട്ടുകാർ. ഇവര് രണ്ടുപേരാണ് മിക്കപ്പോഴും മുടക്കാറുള്ളത്. നാട്ടുകാരും അല്ല കുടുംബക്കാരും അല്ല. അവന്റെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ കുന്നോളെ. നമ്മളല്ല നീ. എന്താണ് രണ്ടും കൂടി ഇരുന്ന് പെറുപിറുക്കണ? എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാം. എന്റെ പൊന്നിച്ചു അടങ്ങി. നീ കൂടെ തല്ലുപിടിക്കുന്ന ആരെയും പറ. നിന്റെ പെങ്ങളുടെ കല്യാണം മുടക്കി ഈ ഏലം പിന്നാണ്. ഇവനെന്തിനാണ് എന്റെ പെങ്ങളെ കല്യാണം മുടക്കണം? ഇതിന്റെ പെങ്ങളെ ഭയങ്കര ഇഷ്ടോടാവുന്ന കെട്ടിച്ച് ആടാ, ഇനി ഞാൻ എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചേരാം. എനിക്ക് 16 വയസ്സും അവർക്ക് 26 വയസ്സും. എന്നിട്ട് കെട്ടിച്ചെന്നിട്ട് അവള് നിന്റെ മോനെന്ന് വിളിക്കട്ടെ. ഈ വലത്തേക്ക് വെച്ച് പറഞ്ഞ തരട്ടാ, 5 പേര് നിന്റെ മുഖത്ത് പതിയും. ഏജ് ടെസ്റ്റ് നമ്പർ